എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദാസ്. ഞാൻ മിത്ര ആസ്ട്രോ അക്കാദമിയിലെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ തേർഡ് ബാച്ചിന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസ് അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലചക്രത്തിന്റെ 11ാമത്തെ കള്ളിയായ കുംഭം, ആ കള്ളി, അതായത് 11ാമത്തെ രാശി എന്ന് പറയുന്ന കുംഭം രാശിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ ഈ കുംഭം എന്ന രാശിക്ക് ഒരു പ്രത്യേകത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് ഗുണങ്ങൾ തരുന്ന, അല്ലെങ്കിൽ എന്താ ഭാഗ്യം തരുന്ന ഒരു കള്ളി കൂടിയാണ്, അല്ലെ? തിയറി പ്രകാരം നമ്മൾ കള്ളി എന്ന് പറയും, രാശി എന്ന് പറയുന്നത്. അപ്പൊ 11ാമത്തെ കള്ളി എന്ന് വെച്ചാൽ നമുക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന കള്ളിയാണ്, അല്ലെ? അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോ കാലചക്രത്തിന്റെ ഇപ്പോ ഇത് മേടാണ്, അല്ലെ? ഇത് 1ാമത്തെ കള്ളി, 2ാമത്തെ കള്ളി, 3ാമത്തെ കള്ളി, 4, 5, 6, 7, 8, 9, 10, 11. ഈ 11ാമത്തെ കള്ളിയാണ് നമ്മൾ കുംഭം എന്ന് പറയുന്നത്. കാലചക്രത്തിന്റെ 11ാമത്തെ കള്ളി. ഓക്കെ, ഇനി ഇതില് നമ്മുടെ 11ാമത്തെ കള്ളി അല്ലെങ്കിൽ 11ാമത്തെ ഭാവം എന്ന് പറയുന്നതോ, അത് നമ്മുടെ ലഗ്നം എവിടെയാണ് വരുന്നത്? ഉദാഹരണത്തിന് ഇവിടെയാണ് ലഗ്നം എന്ന് നിൽക്കുക. ഇവിടെ ലഗ്നം വരുമ്പോ ഇതിന്റെ 7, 8, 9, 10, 11 ഇതായിരിക്കും 11ാമത്തെ കള്ളി, അല്ലെ? ഓക്കെ, അപ്പോ കാലചക്രത്തിന്റെ 11ാമത്തെ കള്ളിക്കും നമ്മുടെ 11ാമത്തെ കള്ളിക്കും പ്രത്യേകത. ഓക്കെ, അത് ഗുണങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തരുന്ന കള്ളിയാണ് അല്ലെങ്കിൽ രാശിയാണ്. ഓക്കെ, അപ്പോ കാലചക്രത്തിന്റെ 11ാമത്തെ കള്ളിയാണ് എന്ത് വരുന്നത്? കുംഭം, അല്ലെ? കുംഭം എന്ന് നമ്മൾ പറയും. ഓക്കെ, കാലചക്രത്തിന്റെ 11ാമത്തെ കള്ളിക്ക് നമ്മൾ കുംഭം എന്ന് പറയും. അതുപോലെ നമ്മുടെ 11ാമത്തെ കള്ളി എന്താണ്? നമുക്ക് ഗുണങ്ങളും ഉപകാരങ്ങളും അതുപോലെ സർവാഭിഷ്ടം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഗുണമായിട്ടുള്ളൊരു ഭാവം കൂടിയാണ് 11ാം ഭാവം. അപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് കുംഭം എന്ന ആ ഒരു കള്ളിയാണ്, അല്ലെങ്കിൽ ആ രാശിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ കാലചക്രത്തിന്റെ 11ാമത്തെ കള്ളി എന്ന് നമ്മൾ പറഞ്ഞു, അതിന് കുംഭം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ കുംഭം എന്ന രാശിയുടെ അല്ലെങ്കിൽ ആ കള്ളിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക്. ഓക്കെ, അപ്പൊ ഈ കാലചക്രത്തിന്റെ 11ാമത്തെ കള്ളി നമ്മുടെ എം തിയറി പ്രകാരം ആ കള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒഴുകി വരുന്ന കള്ളി, അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്ന കള്ളി. നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു കള്ളിയാണ്. അത് നമ്മൾ ഒരു മടങ്ങ് അത് കൊടുക്കുമ്പോൾ അതിന് 10 മടങ്ങ് നമുക്ക് ഇങ്ങോട്ട് ഒഴുകി വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രഹനിലയിൽ കുംഭം എന്ന കള്ളിയെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്താല് അവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒഴുകി വരും. അത് ഏത് ഭാവമായാലും ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഇനി 8ാം ഭാവമായാലും വിഷയമല്ല. 8ാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പ്രശ്നങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമല്ല, അവിടെ വലിയ ഭാഗ്യം, അതുപോലെ ലോട്ടറി, ഇതൊക്കെ ആ കള്ളിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതും വലിയ വലിയ ഫണ്ടുകൾ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് കുംഭം അവിടെ വരുമ്പോ. അപ്പൊ അതുകൊണ്ട് അത് 8ാം ഭാവം വന്നതുകൊണ്ടോ 12ാം ഭാവം വന്നതുകൊണ്ടോ പ്രശ്നമൊന്നുമില്ല. ഇനി 12ൽ വരാണെങ്കിലോ, 12ാം ഭാവം വരാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നമുക്ക് എന്താ പറയാ, ഒരുപാട് മറ്റുള്ളവർ സപ്പോർട്ടും ഗുണങ്ങളും പേഴ്സണൽ കാര്യങ്ങൾക്ക് നമുക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അത് എടുക്കുന്നത്. അപ്പൊ കുംഭം നമ്മുടെ ഏത് ഭാഗത്തിൽ വന്നാലും അത് നമുക്ക് ഗുണത്തിൽ തന്നെയായിരിക്കും. ഓക്കെ, ഇനി ലഗ്നം ഇവിടെ വന്നാലോ, കുംഭത്തിൽ വന്നാലോ? ലഗ്നം കുംഭത്തിൽ വന്നു കഴിഞ്ഞാല് എന്താന്ന് വെച്ചാല് നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, നമ്മൾ ഒന്നിനും വേണ്ടിയിട്ട് അങ്ങോട്ട് പോകേണ്ടി വരില്ല. കാരണം എല്ലാം നമുക്ക് ഇങ്ങോട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കും. എല്ലാ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഒഴുകി വരും. ഈ കണ്ണിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ലഗ്നം അവിടെ വന്നോ, നമ്മൾ ഒന്നിനു വേണ്ടി തേടി പോവില്ല. അപ്പൊ എന്തുണ്ടാവും? കുറച്ച് മടിയന്മാരാവാൻ സാധ്യത. കാരണം ഒന്നിനും തേടി പോകേണ്ടത് എല്ലാം കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ, ഇനി കള്ളിയുടെ പ്രത്യേകത എന്ന് പറയാം. നമ്മൾ പറഞ്ഞത് കാലചക്രത്തിന്റെ 11ാമത്തെ കള്ളിയാന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് ഗുണങ്ങളൊക്കെ നമുക്ക് ഒഴുകി വരും എന്ന് പറഞ്ഞു. അതുപോലെ ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാല് ഇവിടെ 11, അതായത് കാലപുരുഷന്റെ 11ാമത്തെ കള്ളി, അതായത് കാലചക്രത്തിന്റെ 11ാമത്തെ കള്ളി എന്ന് വെച്ചാൽ കാലപുരുഷന്റെ ശരീരത്തിന്റെ കാലിന്റെ മുട്ടിന് താഴെയുള്ള ഭാഗമായിട്ട് വരും, അല്ലെ? ഈ പാദത്തിന്റെ മുകളിൽ കണങ്കാല് വരെ വരും. ഓക്കെ, അപ്പോ അത്രയും ഭാഗം ഈ കള്ളിയില വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ലഗ്നത്തിന്റെ 11ലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മുടെ
ഇവിടെ വരും. ഓക്കെ, ഇവിടെ മീൻസ് ഇപ്പൊ നമ്മുടെ ലഗ്നം ഇവിടെ ആണെങ്കിൽ ഇവിടെ 11ാം ഭാവത്തിൽ ഇവിടെ വരും. ഓക്കെ, അപ്പോ അവിടെ നമ്മള് യൂസ് ചെയ്യുന്നതല്ലേ പാദസരം. അപ്പോ ഈ പാദസരം നമ്മള് മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കുക, പാദസരം ദാനം ചെയ്യാം, പാദസരം മറ്റുള്ളവർക്ക് നമ്മള് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അത് ഈ കുംഭത്തിൽ ലഗ്നം വരുന്നവർക്ക് കുറച്ചും കൂടി അത് എഫക്റ്റ് ആവും. ഓക്കെ, കുംഭ ലഗ്നക്കാർക്കും അതുപോലെ നമ്മുടെ തത്വപ്രകാരം, നമ്മുടെ തിയറി പ്രകാരം എന്താണ് ലഗ്നം, സൂര്യൻ, ചന്ദ്രൻ, അതല്ല നമ്മുടെ കോൺസെപ്റ്റ്. 3 കോൺസെപ്റ്റ് ഉണ്ടല്ലോ നമുക്ക്. ലഗ്നം, ചന്ദ്രൻ, സൂര്യൻ. ലഗ്നം ആത്മാവ്, ചന്ദ്രൻ എന്താ അമ്മ, മടിയന്റെ മനസ്സ്, സൂര്യൻ എന്താ ശരീരം, അച്ഛനച്ഛനും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കള്ളിയില് ലഗ്നം ഇരുന്നാലും ചന്ദ്രൻ ഇരുന്നാലും സൂര്യൻ ഇരുന്നാലും നമുക്ക് ഈ കുംഭത്തിനെ ആക്ടിവേറ്റ് ചെയ്യാം, കള്ളി ആക്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ കള്ളി പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പാദസരം നമുക്ക് ദാനം ചെയ്യാം, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി അടുത്തെന്താ? ഗോപുരം എന്നത് അതിന്റെ കുംഭത്തിന്റെ റിലേഷൻ. ഗോപുരം എന്ന് പറയുന്നത്, അപ്പൊ ഗോപുരങ്ങള് ദർശനം ചെയ്യുന്നു, ഗോപുരങ്ങൾ കാണുന്നു, ഗോപുരത്തിന്റെ ഫോട്ടോ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കുന്നതും ഒക്കെ നമുക്ക് എന്താവും? ഇതിനെ പോസിറ്റീവ് ആക്കാൻ, ഇതിന്റെ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നതെന്ന് ഇതാവും. അല്ല, കുംഭം എന്ന് വെച്ചാൽ എന്താ? നിധി. ഒരു കുടം, അതിൽ നിന്ന് എന്താ നിധി അല്ലെങ്കിൽ സ്വർണ്ണം, നാണയങ്ങൾ ഒഴുകി വരുന്നതാണ് സിംബോൾസ് വരുന്നത്. അപ്പൊ കുംഭം എന്ന് വെച്ചാൽ നിധി പോലെ എന്നൊക്കെയാണ്. നിധി കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഈ കളിയിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഗുണകരമാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നക്ഷത്രത്തില് സെൻട്രലിൽ നിൽക്കണം. അതായത് 3 നക്ഷത്രങ്ങളുണ്ട്. അതില് അവിട്ടം, ചതയം, പൂരിട്ടാതിയാണ്. അതില് അവിട്ടത്തിന്റെയും പൂരിട്ടാതിന്റെയും സെന്ററായിട്ട് ഈ കുംഭത്തിന്റെ സെന്ററിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ചതയം. ഓക്കെ, അപ്പോ ഈ കുംഭത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ചതയം എന്ന നക്ഷത്രം അതിന്റെ കർമ്മയെ കൂടി നമുക്ക് ആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഗുണം ഉണ്ടായിരിക്കും. ഓക്കെ, ചതയം നക്ഷത്രം. ഓക്കെ, അതുപോലെ അടുത്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ജീവിത വിജയങ്ങൾ നേടാനായിട്ട്, ജീവിത വിജയങ്ങൾ നമ്മുടെ ലൈഫിലെ ഉയർച്ച വരാനും ലൈഫിൽ ജീവിത വിജയങ്ങളും നേടാനും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കുംഭം കളിനെ ലഗ്നമുള്ള ആളുകളോ ചന്ദ്രൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ സൂര്യൻ നിൽക്കുന്നവര് നമ്മള് എഫ് ഡി ഇടുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ പൈസ സേവ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, പൈസ സേവ് ചെയ്യുന്നതോറും ഈ കളിനെ പോസിറ്റീവ് ആക്കും. ഓക്കെ, അടുത്തതെന്ന് വെച്ചാല് ഉപകാരങ്ങൾ. അതായത് നമ്മള് ആർക്കൊക്കെ ഉപകാരം ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ കുംഭ കള്ളിയുടെ റേഡിയേഷൻ ഉള്ള ആളുകള് നമ്മള് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ, ഏറ്റവും നമ്മൾ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കൾ, അവർക്ക് നമ്മള് എന്ത് ചെയ്യണം? അവർക്ക് നമ്മള് പൈസ കടമായിട്ട് കൊടുക്കണം. ഓക്കെ, അവര് നമ്മുടെ അടുത്ത് ഒരാവശ്യത്തിന് പൈസ ചോദിച്ചാൽ അതായത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ക്ലോസ് ഫ്രണ്ട്സ് കേട്ടോ, അവർക്ക് നമ്മൾ പൈസ കടം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിൽ എന്താ ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. പിന്നെ അടുത്തത് വരുന്നത് ക്ഷേത്രം. ഏത് അമ്പലവും, അതായത് ഈ കുംഭത്തിൽ വരുന്ന ആളുകൾക്ക് തിരുച്ചെന്തൂര് പോകുന്നത് നല്ലതാണ്. അതുപോലെ പഴനി അങ്ങനത്തെ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് നല്ലതാണ്. അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് ഇവർക്ക് വരുന്ന പ്രശ്നങ്ങളെ ഇവർ സോൾവ് ചെയ്യാനായിട്ട് ഇവർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവര് ഇടയ്ക്കിടയ്ക്ക് ബാങ്കുകളിൽ പോവാം, ബാങ്കിൽ പോയി വരാം. അതുപോലെ ATM കാർഡ് പോലുള്ള പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കയ്യിൽ വെക്കുക, കൈവശം വെക്കുക, ഇതൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇവരുടെ കുറെ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി തന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കുംഭത്തിന്റെ പ്രത്യേകത. ഓക്കെ, കാലചക്രത്തിന് 11ാമത്തെ കളിയായ കുംഭത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ എല്ലാ കളികൾക്കും അല്ലെങ്കിൽ എല്ലാ രാശികൾക്കും ഇതുപോലെ എന്തുണ്ട്? ഓരോരോ പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഈ എല്ലാ കളികളും നമ്മുടെ ലൈഫിലെ ഓരോരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോരോ മേഖലകളുമായി കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ 11ാമത്തെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ എക്സ്ട്രാ വരുമാനം, പാസീവ് ഇൻകം, ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റാണ്. അല്ലെങ്കിൽ പ്രോഫിറ്റ്, ലാഭം, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ കുംഭമായിട്ട് അല്ലെങ്കിൽ 11ാമത്തെ കളിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ ഇതിന് എല്ലാ കളികൾക്കും പ്രത്യേകതകളുണ്ട്. അപ്പോ ഞങ്ങളുടെ കൺസൾട്ടേഷൻ എടുക്കുന്നവർക്ക്
ഞങ്ങൾ ഈ 12 കളിയെ കുറിച്ചും നിങ്ങൾക്ക് അത് കാലചക്രത്തിന്റെ 12 കളിയെ കുറിച്ചും അതുപോലെ നിങ്ങളുടെ ലഗ്നം വെച്ചിട്ട് നിങ്ങളുടെ 12 ഭാവങ്ങളെ കുറിച്ചും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ 45 മിനിറ്റ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യും. പിന്നെ 15 മിനിറ്റ് നിങ്ങൾക്ക് സംശയങ്ങളും നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ എഴുത്തിരി പ്രകാരം നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത് അഥവാ കൺസൾട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മറ്റു കളികളെ കുറിച്ചൊക്കെ അറിയാൻ, അതായത് മൊത്തത്തിലൊക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ കൺസൾട്ടേഷൻ എടുക്കാം. അതുപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ അറിവുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ വിട പറയുന്നു. നന്ദി, നമസ്കാരം.